ഈ പ്രകൃതിക്ക് ഇഷ്ടമല്ല ഞാൻ വീഡിയോ ഇടുന്നത്. ഹേ ഗായ്സ്, അപ്പൊ കൊറേ നാളുകൊണ്ട് ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യമാണ് വീഡിയോസ് എടുത്ത് തുടങ്ങണമെന്ന്. അപ്പൊ ഇതുവരെ അത് നടന്നിട്ടില്ല. അതിന്റെ കാരണം എന്തെന്ന് വെച്ചാ ഞാൻ എന്റെ ഈ അക്കൗണ്ടിൽ ഒരു 2 വർഷം മുന്നേ ഞാൻ ഒരു ഇൻട്രൊഡക്ഷൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ സംഭവം കണ്ട് കുറച്ച് കളിയാക്കൽ എനിക്ക് കിട്ടിയപ്പോഴത്തേക്ക് ഞാൻ എന്തോ ചെയ്ത് അവിടെ വെച്ചങ്ങ് സ്റ്റോപ്പ് ചെയ്ത്. മര്യാദക്ക് എന്തായാലും കളിയാക്കൽ നമുക്ക് കിട്ടും, അത് മൈൻഡ് ചെയ്യാതെ പോയാൽ മതിയായിരുന്നു എന്ന് ഇപ്പം വിചാരിക്കണം. ഇനി വിചാരിച്ചിട്ട് കാര്യമില്ല. അങ്ങനെ ആ ഒരു സംഭവം മനസ്സിൽ കിടക്കുന്നതുകൊണ്ട് ഞാൻ എന്ത് വീഡിയോ എടുത്താലും അയ്യോ അവരെന്ത് വിചാരിക്കും എന്നിട്ട് ഞാൻ അതങ്ങ് ഡിലീറ്റ് ചെയ്യും. അതാണ് എനിക്ക് പറ്റ്. ഞാൻ വിചാരിച്ചു എന്തായാലും രണ്ടും കൽപ്പിച്ച് ഇന്നങ്ങ് തുടങ്ങാൻ വിചാരിച്ചു. ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാ, ഇവിടെ ഈ റബ്ബർ അരിയില്ലേ ഈ സംഭവം തോട് വരി, ഈ സംഭവം റബ്ബർ അരി പൊട്ടി തുടങ്ങി. ഈ സംഭവം കൊടുത്താൽ പൈസ കിട്ടുമല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ച് ഇന്ന് റബ്ബർ നിർത്തി പോയി പറക്കാം. അപ്പൊ 2 ദിവസം കൊണ്ട് വിചാരിക്കുന്നത് നടന്നില്ല. അപ്പൊ വിചാരിച്ച് ഇന്ന് പറക്കാം. അപ്പൊ നിങ്ങളെ കൂടെ കാണിക്കാന്ന് വെച്ചാൽ അതൊരു വീഡിയോ ആക്കാന്ന് വിചാരിച്ചു. അപ്പൊ നമുക്ക് പറക്കാൻ പോ. ഞാൻ അതിനു മുന്നേ ഞാൻ പറക്കി വെച്ചത് കാണിച്ചുതരാം. അപ്പൊ ഞാൻ എടുത്തോണ്ട് വന്നിട്ടുണ്ട്. ഇവിടെ നമ്മളെ വീട്ടില് മാത്രം വീണതാണ് ഇത്ര. ഈ സംഭവം ഇതിപ്പോ തോട് ഉണ്ട്. അരി കുറവാണ്, അരി കുറച്ചേ ഉള്ളു. തോട് ആണ് ഒരുപാട് കിടക്കുക. അരിയും തോടും ഇതെല്ലാം പറക്കിയിട്ടിട്ട് നമുക്ക് തിരിച്ചെടുക്കണം. ഇത്രയും പറക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് റബ്ബർ തോട്ടത്തിൽ കൂടെ പോയി പറക്കാം. ഈ സംഭവം തീയാൻ നല്ലതാണ്. അപ്പൊ നമുക്ക് പോയി പറക്കാം. വരൂ. നല്ല മഴക്കോള് വരുന്നുണ്ട്. മഴ പെയ്യുമെങ്കിൽ പറക്കലൊക്കെ ഒന്ന് 3G ആവും. നല്ല മഴക്കോള് വരുന്നുണ്ട്. അവിടെ ഇരുട്ടിക്കെട്ടി വരെയാണ്. എന്തായാലും നമുക്ക് നോക്കാം. മഴ പെയ്യണ വരെ നമുക്ക് പറക്കാം. അപ്പൊ ഒരു സഞ്ചി എടുത്തോണ്ട് വന്നിട്ടുണ്ട്. എത്ര കിട്ടുമോ നമുക്ക് എന്തായാലും പോയി നോക്കാം. ഞാൻ സ്റ്റാൻഡ് എടുത്ത് അകത്ത് വെക്കണം. നല്ല മഴക്കോള് വരുന്നുണ്ട്. നമുക്ക് പോകാം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നോണ്ടാന്ന് അറിഞ്ഞൂടാ. അതുകൊണ്ടാ അവിടെ ഇരുട്ടിക്കെട്ടിയാണ് വരണത്. അറിയാൻ പറ്റുന്ന കണ്ട. എന്തായാലും നമുക്ക് പോയി നോക്കി നോക്കാം. കിട്ടോ ഇല്ലേ. ഇന്ന് വലിയ ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് റബ്ബർ അരിയൊന്നും പൊട്ടിയില്ല. പക്ഷെ ഇന്നലെയൊക്കെ ചറപറ പൊട്ടലായിരുന്നു നമ്മളെ വീട്. ഇനി ആ റബ്ബർ തോട്ടം കാണിച്ചു തരാം. നോക്കിയും കണ്ടേ പോകാൻ പറ്റുള്ളൂ. കാട് കയറി കിടക്കും. പറക്കലെല്ലാം 3G ആയി. തിരിച്ച് വീട്ടിൽ പോണം. മഴ അങ്ങനെ ഇരച്ച് കിട്ടി വരെയാണ്. ഇനിയിപ്പോ മഴ തോന്നിട്ട് പോകാനേ പറ്റുള്ളൂ. ഇനി നനഞ്ഞു ഊരി. മഴ തോന്നിട്ട് നമുക്ക് പോവാം. ഇരച്ച് തുമിച്ച് വരണം. നിങ്ങളവിടെയൊക്കെ അങ്ങനെ തന്നെ വരണം. ഇവിടെ അങ്ങനെ പറഞ്ഞു. നല്ല കാറ്റുണ്ട്. കാണിച്ചര കാറ്റുണ്ട്. മരങ്ങൾ കിടന്ന് ആടുന്ന ആട്ടം കണ്ട. നല്ല കാറ്റുണ്ട്. നമ്മളെ തെങ്ങ് പോയി. ഇരച്ചു തുമ്മിച്ചൊക്കെ മഴ വന്നിട്ട് എങ്ങോട്ട് പോയാൽ നമുക്ക് പോയി നോക്കാം. മഴ പെയ്യുമെങ്കിൽ. കാരണം നല്ല ഇരുട്ടിക്കെട്ടി വരികയാണ്. ഞാൻ കാണിച്ചത് ഇവരെ റബ്ബറും തോട്ടം കൂടെ ആയതുകൊണ്ട് നല്ല ഇരുട്ട്. ഫ്രണ്ട് ഭാഗത്ത് മാത്രമേ ഉള്ളൂ വെട്ടം. ഈ സൈഡിലോട്ട് വെട്ടം കുറവാണ്. കിട്ടുമല്ലേ നോക്കാം. കാണിച്ചു തരാം റബ്ബറും തോട്ടം. അങ്ങ് താഴെ വരെ ഉണ്ട്. ഇവിടെ മൊത്തം ചക്ക വീണ് ചളവളായിരിക്കണം. ഇവിടത്തെ നല്ല ഇതുണ്ട്. എന്തുവാണ് പറയണ, കാടും ഉണ്ട്, കാറ്റും ഉണ്ട്, മഴ പെയ്യോന്നുള്ള ഇതും ഉണ്ട്. ഇവിടെയൊന്നും റബ്ബർ അരി പൊട്ടി വീണില്ല. ഒരെണ്ണം പോലും കാണാനില്ല. വെറുതെ ആയേ സഞ്ചിയൊക്കെ എടുത്തോണ്ട് ഇറങ്ങിയത്. ഇവിടെയൊന്നും ഒരു അരി പോലും ഇല്ല. ഇവിടെ നല്ല കാറ്റുണ്ട്, മഴയുണ്ട്. മഴ പെയ്യണില്ല, നല്ല കാറ്റുണ്ട്. മിക്കവാറും ഇപ്പൊ ഞാൻ വീട്ടിൽ കയറി ഓടും. കാണ്ട് നോക്കാൻ. അയ്യോ ഭയങ്കര കാറ്റ്. എനിക്ക് എന്നെ ചിരി പറഞ്ഞു. റബ്ബർ കുടിക്കാൻ എന്റെ മണ്ടയ്ക്കൂടെ വീണാടാ. ആലോചിക്കാൻ കൂടി റബ്ബറിന്റെ ഇടയിലഞ്ഞ്. അയ്യോ ചിരിക്കാനേ ഉള്ളൂ. നമുക്ക് കാറ്റൊക്കെ കുറഞ്ഞിട്ട് പോയി നോക്കാം. ഭയങ്കര കാറ്റ് കാണുന്നുണ്ടോ? കണ്ട, ഭയങ്കര കാറ്റെന്ന് പറഞ്ഞാൽ ഭയങ്കര കാറ്റ്. എനിക്ക് വയ്യ, പേടിയാവണ്. അമ്മാതിരി കാറ്റ്. നോക്കട്ടെ. കാറ്റൊക്കെ കുറഞ്ഞ് എന്തിങ്ങനെ കാറ്റ്. ഞാൻ റബ്ബർ വരി പറക്കണോണ്ടാണ് എല്ലാം ഇങ്ങനെയാണ്. ഞാൻ എന്തിനു ചെയ്യും അപ്പോഴെല്ലാം മുടക്കം വരും. എന്തായാലും കാറ്റ് കുറയുമോന്ന്, മഴ പെയ്യോ നോക്കട്ടെ.
മഴത്തുള്ളികളൊക്കെ വീട് കിടക്കണം. മഴ പെയ്യാനായിരിക്കും. കാറ്റ് കുറേ നോക്കി നോക്കാം. കാറ്റ് പറയാമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഉണ്ടോ കാറ്റടിച്ച എന്റെ മുടി. ഞാൻ എപ്പോ വീഡിയോ എടുക്കും അപ്പോഴും ഈ പ്രകൃതിക്ക് ഇഷ്ടമല്ല ഞാൻ വീഡിയോ എടുക്കണം. എന്തൊരു പ്രകൃതിയുണ്ട്. റബ്ബറിൽ പറക്കാൻ പോയാ ഞാനാണ്. കാറ്റടിച്ച് എന്നെ പേടിപ്പിച്ച് തിരിച്ചോട്ടിച്ച്. എന്ത് ചെയ്യാനെന്ന് പറ. കുറച്ചേരം നോക്കി നോക്കാം. എന്നിട്ട് ഞാൻ കാണിച്ചു. ഇനി ഇതും കൊണ്ട് ഞാൻ പോണില്ല. വെറുതെ ഒന്ന് പോയി നോക്കാം. കിട്ടുമെങ്കിൽ മാത്രം വന്ന് സഞ്ചി എടുത്തോണ്ട് പോവാം. അപ്പൊ കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. കണ്ടോ കാറ്റുണ്ടോ? ഇതുമാതിരിയായിരുന്നു റബ്ബറും തോട്ടത്തില്. ഭയങ്കര കാറ്റടിച്ചാണ് ഞാൻ അവിടെ നിന്ന് ഓടിയത്. ഞാൻ നിങ്ങളെ ലാസ്റ്റ് കാണിക്കേ. ഭയങ്കര മഴ വന്ന് ഞാൻ ഓടിയത്. സത്യം പറഞ്ഞ ഈ പ്രകൃതിക്ക് പോലും എന്നെ ഇഷ്ടമില്ല. ഞാൻ ഒരു വീഡിയോ എടുക്കാൻ വന്നപ്പോ ഉള്ള കാറ്റും മഴയും കോളും എന്നെ പേടിപ്പിച്ച് ഓടിച്ചു. ഇപ്പൊ നോക്കിയാണ് നല്ല വെയില്. വെറുതെ പോയി നോക്കാം. എന്നെ വീണ്ടും ഓട്ടിക്കില്ലേ നോക്കണമല്ലോ. ഒന്നെങ്കിൽ ഞാൻ റബ്ബറിൽ പറക്കും, ഇല്ലെങ്കിൽ പറക്കൂല. എന്തായാലും ഈ മണ്ടഭാഗത്ത് നോക്കി ഇവിടെ ഒന്നും കാണാനില്ല. അത് താഴോട്ട് ഇറങ്ങി നോക്കാം. അപ്പുറം വഴി കൂടെ ചക്കയെ ചവിട്ടാതെ ഒരുമാതിരി ചക്ക എല്ലാം കൂടെ കിടന്ന് ഒരുമാതിരി ചളകുള കിടക്കും. അതുകൊണ്ട് ചക്കയെ ചവിട്ടാതെ നമുക്ക് പോവാം. കാടും കൂടെ ആയതുകൊണ്ട് നോക്കിയും കണ്ടേ പോവാൻ പറ്റുള്ളൂ. അതാണ് ഒന്നാമത്തെ പ്രശ്നം. ഇതെന്തോന്ന് ഇവിടെയൊന്നും റബ്ബർ അരി പൊട്ടിയില്ലേ? നമ്മുടെ വീട്ടിൽ മാത്രം പൊട്ടിയുള്ളൂ. നമുക്ക് വേണ്ടി മാത്രം ഉണ്ടല്ലോ. ആ ഇത്തിരിപ്പൂലം കൊണ്ടുകൊടുത്ത ഒന്നും കിട്ടില്ല. 2, 3, 5, 6 മാത്രമേ കാണുള്ളൂ. കുറച്ച് വിറവൊക്കെ കിടപ്പുണ്ട്. പക്ഷെ അത് കൊച്ചു ചുള്ളികളാണ്. ചുള്ളി കൊണ്ടുപോയിട്ടോ ഓല കിടക്കണം. 2, 3 ഓല കിടക്കണം. എന്തിന് അതെടുത്തോണ്ട് പോവാനേ ഇപ്പൊ നടക്കണം തോന്നണം. റബ്ബറിൽ പറക്കാൻ വന്ന ഞാൻ ഓല എടുത്തോണ്ട് പോകും. സത്യം പറയാണ്ട് ഇവിടെ ഒന്നും കാണാനായിട്ട്. നമ്മൾ ആ മേലത്തെ റബ്ബർ അരി മാത്രമേ പൊട്ടിയുള്ളൂ. ഉണ്ടോ അരി കിടക്കുന്നുണ്ട്. പക്ഷെ ഇത് ഓല കിടക്കുന്നുണ്ട്. എന്താ സത്യം പറഞ്ഞ ഓലയൊന്നും അങ്ങനെ ആരും എടുക്കൂല. അമ്മയാണ് മിക്ക ദിവസം നമ്മൾ തന്നെ വന്ന് എടുത്തോണ്ട് പോണം. ഇവിടെ ആരും അങ്ങനെ ഓല എടുക്കൂല. നേരത്തേക്ക് എടുക്കുമായിരുന്നു, മത്സരങ്ങളായിരുന്നു. ഇപ്പൊ ആർക്കും ഓലയൊന്നും വേണ്ടെന്ന് തോന്നുന്നു. നമുക്ക് ആവശ്യമുണ്ട്. ഗ്യാസ് തീർന്നിരിക്കണോണ്ട് അടുപ്പി കത്തിക്കണോണ്ട് ഓല ആവശ്യമുണ്ട്. സത്യം പറ ഇവിടെ ഒരു അരിയുമില്ല, കുരുവുമില്ല, ഒന്നുമില്ല. വേണ്ട ഇതൊരു ഓല, ഇതുകൊണ്ട് അവിടെ ഒരു ഓല, അതിന്റെ അപ്പുറത്തൊരു ഓല. ഇപ്പൊ നമുക്ക് ഓല എടുത്തോണ്ട് പോവാം. ഓല എടുത്തേ ഈ ഓല നമുക്ക് അവിടെ കിടക്കണ ഓല എടുക്കാം. നമുക്കണ്ടേ ഈ വഴി കയറി പോവാം. അതുവഴി നമുക്ക് ഇത് നിരക്കൊണ്ട് പോകാൻ പറ്റും. ഉള്ള എന്തരാണ് പറയണ എന്റെ പേരെന്തേര്? ചക്ക വീണെടുക്കണോണ്ടേ പറ്റൂല. നമുക്ക് ഫോൺ ഇവിടെ എവിടെയെങ്കിലും വെച്ചിട്ട് ഓല എടുക്കട്ടെ. ഫോണ് വീഴോന്ന് അറിഞ്ഞൂടാ. ഒരുവിധം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ പോയി ഓല എടുത്തോണ്ട് വരാം. ഇത് ഇവിടെ കയറി 3 ഓല വെക്കും. 3 ഓല. റബ്ബർ അരി പറക്കാൻ വന്ന ഞാനാണ് 3 ഓലയും കൊണ്ട് പോകേണ്ട അവസ്ഥ. ഞാൻ 2 ഓലയും കൂടെ എടുത്ത് ഇങ്ങോട്ട് വെച്ചിട്ട് പോവാ വീട്ടിലോട്ട്. അല്ലാതെ ഇവിടെ ഒന്നുമില്ല. മൂന്ന് ഓല എടുത്ത് വെച്ചു. കണ്ട ഇങ്ങനെയാണ് ഞാൻ ഇവിടെയാണ് ഫോൺ വെച്ചത്. എന്റെ ഫോണിന് ഫോൺ കവറ്, ബാക്ക് കവർ ഇല്ല, പൊട്ടിപ്പോയി. അതുകൊണ്ട് എവിടെ ഫോൺ വെച്ചാലും നിരങ്ങി പോകും. ഒന്നാമത്തെ പ്രശ്നം. ഇനിയിപ്പോ ഇതും കൊണ്ട് ഓലയും കൊണ്ട് വീട്ടിൽ പോ. എന്നാലും റബ്ബർ അരിയും തോടും കിട്ടിയില്ലല്ലോ. എന്തൊക്കെ പ്രതീക്ഷയായിരുന്നു. കൊറേ കിട്ടും, പൈസ കിട്ടും, കൊറേ പറക്കാം. എല്ലാം പോയി. പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും ഞാൻ മണ്ടയിലോട്ട് കയറട്ടെ. എന്നപ്പോഴേ കുറെ കുരുട്ട് കൊതും കൂടെ എന്റെ കൂടെ കയറി ഇനി വന്നു. റബ്ബറും തട്ടത്തിൽ നിന്ന് പറക്കണ കാണുന്നുണ്ട്. പറക്കണണ്ട കുറെ കുരുട്ട് കൊതുകള്.
അപ്പൊ അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോ നമുക്ക് അടുത്ത ദിവസം കാണാം. ബൈ.